കച്ചവടത്തിനായി വ്യാജരേഖ അടക്കം തയ്യാറാക്കിയതിൽ മുഖ്യപ്രതി നജീബിന്റെ സ്വത്തുക്കളിൽ പോലീസ് വിശദ അന്വേഷണത്തിന് ഒരുങ്ങുന്നു. അവയവ കച്ചവടത്തിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ഭൂമി അടക്കം വാങ്ങിയതായാണ് വിവരം. അക്കൗണ്ട് വിശദാംശങ്ങൾ തേടി ബാങ്കുകൾക്ക് പോലീസിന്റെ കത്തും എത്തി. വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. മുഖ്യപ്രതി നജീബിന്റെ സ്വത്തുക്കൾ വിശദമായി പരിശോധിക്കുന്നു. ഈ ഭൂമി ഇടപാടും ഇതിന്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്നതാണോ പോലീസിന്റെ സംശയം, രാഗിൻ? അതായത് ഈ നിയമാനുസൃതം നടക്കുന്ന അവയവ നിയമം, ആ അവയവ നിയമത്തിന്റെ അവയവദാന നിയമത്തിന്റെ മറവിലാണ് ഇയാൾ ഈ അവയവ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നത്. അങ്ങനെ നിരവധി പേരിൽ നിന്ന് പണം വാങ്ങുന്നു. അതായത് അവയവം ആവശ്യമുള്ളവരിൽ നിന്ന് വലിയ തോതിൽ പണം വാങ്ങിയതിന്റെ കമ്മീഷൻ അടക്കം ഇയാൾ എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കിട്ടുന്ന അനധികൃത അല്ലെങ്കിൽ അവയവ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ സ്വത്തുവകൾ ഒരുപാട് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വിവരങ്ങൾ. അതിൽ ഒന്ന് ഈ ഭൂമി അടക്കം വാങ്ങിയിട്ടുണ്ട് എന്ന വിവരം പോലീസിന് മുന്നിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം ഇയാളുടെ സ്വത്തുവകൾ സംബന്ധിച്ച് പോലീസ് ആരംഭിച്ചിട്ടുണ്ട് നജീബുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതോടൊപ്പം ഇയാളുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുകയാണ്. കോടികൾ ഈ അക്കൗണ്ടുകൾ വഴി മറിഞ്ഞിട്ടുണ്ട് എന്ന അനുമാനങ്ങളാണ് പോലീസിനുള്ളത്. 2 അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ മറ്റു ചിലരുടെ അടക്കം ബിനാമി പേരുകളിൽ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന സംശയങ്ങൾ പോലീസിനുണ്ട്. എന്തായാലും ഈ കിട്ടിയ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്കായി ബാങ്കിന് കത്ത് നൽകിയിട്ടുണ്ട്. അതിന്റെ ട്രാൻസാക്ഷൻ ഉൾപ്പെടെ വിശദമായി തന്നെ പരിശോധിക്കും. കൂടാതെ ഇയാൾ ഈ അവയവങ്ങളടക്കം ആവശ്യമുള്ളവരിൽ നിന്ന് അഡ്വാൻസ് തുക എന്ന നിലയിലും പണം വാങ്ങിയിട്ടുണ്ട്. ചിലർക്ക് പണം തിരിച്ചു കൊടുത്തിട്ടുമില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നജീബിനെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായിട്ടുള്ള സനോജ് ഉൾപ്പെടെയുള്ളവർ, അതായത് ഇയാളെ സഹായിക്കാനായി നിന്നിരുന്ന, ഈ വ്യാജരേഖയടക്കം തയ്യാറാക്കാനായി നിന്നിരുന്ന അവരുടെ കസ്റ്റഡിയും ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. ഈ മുഖ്യപ്രതിയെയും കസ്റ്റഡിയിൽ വാങ്ങും. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റും അതോടൊപ്പം തന്നെ കൂടുതൽ നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നതാണ് പോലീസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്.